ഇപ്പോഴും വേടനെ പോലെയുള്ള കലാകാരന്മാർക്കെതിരായിട്ടുള്ള കടന്നാക്രമമാണ്. കലാഭാസം എന്ന് പറയുന്നത് വെസ്റ്റേൺ സ്റ്റൈലിൽ എത്രയോ കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു 10, 20, 25 കൊല്ലത്തിൻ്റെ മുമ്പ് തന്നെ ആരംഭിച്ചതാണ് ഈ പറയുന്ന പാട്ടിൻ്റെ രീതി. ഇപ്പോൾ റാപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഫുൾ ഫോം എന്താ റാപ്പ്? ഞാൻ പത്രക്കാരോട് ചോദിച്ചു, കുറേ തിരുവനന്തപുരത്ത്, എന്താണ് റാപ്പ്? റിത്തം ആൻഡ് പോയട്രിയാണ്. റിത്തം ആൻഡ് പോയട്രി. അപ്പോൾ അത് തന്നെ വ്യക്തമാണ്. പദ്യരൂപത്തിലാണ് അവതരിപ്പിക്കുക, എന്നാൽ അതിനൊരു താളുണ്ട്, താളാത്മകമായ രീതിയിലാണ്. അതൊരു മ്യൂസിക്കായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ലോകത്ത്. അതിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട പതിപ്പ് യഥാർത്ഥത്തിൽ വേടനായിരുന്നില്ല. വേടനെ പോലെ തന്നെ നിരവധി ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ വേടനാണ് ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം വേടൻ സാമൂഹ്യ ജീവിതത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ശക്തിയായിട്ട് ഉയർത്തിയത്. അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്ന് പറയാനും സാധിക്കില്ല. വേടനെ പിടിച്ചപ്പോൾ 8 ആളുകൾ കൂടി ചേർന്ന് എറണാകുളത്ത് ഒരു ലോഡ്ജിൽ താമസിക്കുന്നതിനിടയിൽ അവിടെ 6 ഗ്രാം കഞ്ചാവോടുകൂടിയാണ് പിടിച്ചത്. 6 ഗ്രാം കഞ്ചാവേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നത് ശരിയാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. തെറ്റാണ്. ആ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റിമാൻഡിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ തന്നെ പറഞ്ഞു, ആദ്യം പല വ്യാഖ്യാനവും വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അത് പറഞ്ഞിങ്ങനെയാണ്: വേടൻ കുട്ടികളോടും ചെറുപ്പക്കാരോടും അവരുടെ ആരാധനാമൂർത്തിയാണ് വേടൻ. ചെറുപ്പക്കാർ 15 വയസ്സ് 16 വയസ്സ് മുതൽ അങ്ങോട്ടാണ്. ആ ചെറുപ്പക്കാരുടെ ഒരു ഗുരുഭൂതനെ പോലെയാണ് അവർ കാണുന്നത്. അങ്ങനെയുള്ള വേടൻ ഒരിക്കലും കഞ്ചാവ് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അത് പറഞ്ഞ കാര്യം വേടൻ തന്നെ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു. അതോടുകൂടി ആ അധ്യായം തീർന്നു. പിന്നീട് വേടൻ പറഞ്ഞു, എന്നെ ശരിയായ രീതിയിൽ നയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വന്നപ്പോഴാണ് എന്നെ ശരിയായ ദിശയിലേക്ക് എത്തിച്ചത്. ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ഇനി ഞാൻ ആവർത്തിക്കില്ല. അത്രയും പറഞ്ഞാൽ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ സാംസ്കാരിക ഘടകങ്ങൾ ഉൾപ്പെടെ എല്ലാം വേടന് മാപ്പ് നൽകി വേടനെ സ്വീകരിക്കണം. അതാ ചെയ്തത്. അങ്ങനെ വേടനെ സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു, ശരിയായ രീതിയിൽ സ്വീകരിച്ചു. അപ്പോഴാണ് RSകാരന്, BJPക്കാരന്, അതുപോലത്തെ ക്ഷേത്ര സമിതിക്കാർക്ക് എല്ലാം വളരെ വികാരപരമായ പ്രശ്നം വരുന്നത്. വേടനെ ദേശസുരക്ഷയുടെ പേരുൾപ്പെടെ ഉപയോഗപ്പെടുത്തി കേസ് ഉൾപ്പെടെ ചാർത്തി ജയിലിലടക്കുക എന്നുൾപ്പെടെയുള്ള അജണ്ട, അതിൻ്റെ ഭാഗമായിട്ട് BJP നേതാവിൻ്റെ ഭാര്യ കോടതിയിലേക്ക്, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗൗരവമുള്ള ജനാധിപത്യ വിരുദ്ധമായ സമീപനത്തിൻ്റെ ഒരു ബഹിർഗമന രൂപം മാത്രമായിട്ടേ കാണേണ്ടിയുള്ളൂ. ഞാനത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് 430 സീറ്റ് വേണം എന്നാണ് BJP പറഞ്ഞിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 430 സീറ്റ് വരെ വേണം. 370 മുതൽ 430 വരെ സീറ്റ് ഞങ്ങൾക്ക് വേണം എന്നാണ് പറഞ്ഞത്. ആ സീറ്റ് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ ജനത BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നൽകിയില്ല. ഇപ്പോൾ കൂട്ടുകക്ഷി ഗവൺമെൻറ്റാണ്. ആ കൂട്ടുകക്ഷി ഗവൺമെൻറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായിട്ടും ഇപ്പോഴും പുതിയ അജണ്ടയിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആ